നമ്മൾ എന്തിനാണ് പെസഹ ആചരിക്കുന്നതെന്നറിയാമോ? ക്രൈസ്തവരുടെ വിശുദ്ധവാരത്തിൽ ദുഃഖവെള്ളിക്ക് തലേന്നത്തെ വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴമായി ആചരിക്കുന്നത്. കുരിശുമരണം വഹിക്കുന്നതിന് മുൻപായി യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിൻ്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിൻ്റെയും ഓർമ്മ പുതുക്കലായാണ് ഈ ദിനം ആചരിക്കുന്നത്. ഈ ദിവസം ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽ കഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങും ഉണ്ടാകും. പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു. ഈസ്റ്റർ ത്രിദിനങ്ങളായ ദുഃഖവെള്ളി, വലിയ ശനി, ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയിർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു. ക്രിസ്തുമതത്തിൻ്റെ ആവിർഭാവത്തിന് നൂറ്റാണ്ടുകൾ മുൻപ് തന്നെ പെസഹ ആചരണം യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നും അവർ പെസഹായെ വിളിക്കുന്നു. ഇസ്രായേൽ ജനത്തിനെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് യഹൂദർ പെസഹ ആഘോഷിക്കുന്നത്. യഹൂദർ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം വീടുകളുടെ വാതിലിൻ്റെ കട്ടിളക്കാലുകളിൽ ആടിൻ്റെ രക്തം തളിക്കുകയും അത് കണ്ട് സംഹാരദൂതൻ യഹൂദരുടെ വീടുകളെ കടന്നു പോവുകയും മിസ്രയീമ്യരുടെ കടിഞ്ഞൂലുകളെ നിഗ്രഹിക്കുകയും ചെയ്തതായി എബ്രായ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ വിവരണത്തെ അടിസ്ഥാനമാക്കിയാണ് കടന്നു പോകുക എന്നർത്ഥമുള്ള പെസഹ എന്ന ഈ പെരുന്നാളിനെ അവർ വിളിക്കുന്നത്. പെസഹ ദിവസം കുടുംബനാഥന്റെ നേതൃത്വത്തിൽ ബലിയാടിനെ കൊന്ന് അതിൻ്റെ രക്തം പാപപരിഹാരമായി അർപ്പിക്കും. ഇതിൻ്റെ മാംസം ചുട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കൂടെ ഭക്ഷിക്കും. തീർത്ഥാടക പെരുന്നാളുകൾ എന്നറിയപ്പെടുന്ന യഹൂദമതത്തിലെ 3 പ്രധാന പെരുന്നാളുകളിൽ ഒന്നാണ് പെസഹ. യേശുവിന് ശേഷം AD 70 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതുവരെ യഹൂദർ ഈ പെരുന്നാൾ ആഘോഷപൂർവ്വം ആചരിച്ചു പോന്നു. യേശു അവസാനമായി ആചരിച്ച പെസഹായുടെയും അദ്ദേഹത്തിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെയും വിവരണം ബൈബിൾ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു അന്ത്യ അത്താഴത്തിനോടനുബന്ധമായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതായും രേഖപ്പെടുത്തുന്നുണ്ട്. യേശു ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അരയിൽ കെട്ടിയിരുന്ന തോർത്തെടുത്ത് തുകർത്തിയതിനു ശേഷം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അത്താഴത്തിന് ശേഷം വീണ്ടും യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം അനുശാസിക്കുന്നുണ്ട്: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. പുതിയ നിയമത്തിലെ പെസഹായുടെ പിന്തുടർച്ചയാണ് ഇന്നത്തെ ക്രൈസ്തവരുടെ പെസഹ ആചരണം. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞും എന്ന രൂപത്തിൽ നൽകുന്ന ചടങ്ങിൻ്റെ പശ്ചാത്തലം യേശുവിൻ്റെ അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങളാണ്. അതിനാൽ ക്രിസ്ത്യൻ സഭകൾ പെസഹ വ്യാഴത്തെ കുർബാന സ്ഥാപിച്ച ദിനമായും അനുസ്മരിക്കുന്നു. പെസഹായ്ക്ക് ബലിയർപ്പിക്കേണ്ട ആടിനു പകരം പെസഹ കുഞ്ഞാടായി മാറിയ യേശു മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപപരിഹാര ബലിയായി സ്വയം അർപ്പിച്ചു എന്നതാണ് പെസഹ ആചരണവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വീക്ഷണം. തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ലോകത്തിന് മുഴുവൻ എളിമയുടെ സന്ദേശം നൽകിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴാഴ്ചകളിലെ ദേവാലയങ്ങളിലെ കാൽ കഴുകൽ ശുശ്രൂഷ. തിരഞ്ഞെടുത്ത 12 പേരുടെ കാലുകൾ പുരോഹിതൻ കഴുകി തുടച്ച് ചുംബിക്കും. അന്ത്യത്താഴത്തിൻ്റെ സ്മരണയാണ് പെസഹ വ്യാഴാഴ്ച വീടുകളിൽ ഒരുക്കുന്ന പെസഹ വിരുന്ന്. അന്നേ ദിവസം കേരളത്തിലെ നസ്രാണികളുടെ ഇടയിൽ പെസഹ അപ്പം ഉണ്ടാക്കുന്ന പതിവുണ്ട്. ഓശാനയ്ക്ക് പള്ളികളിൽ നിന്ന് നൽകുന്ന ഓശാനയോല അല്ലെങ്കിൽ കുരുത്തോല കീറി മുറിച്ച് കുരിശുണ്ടാക്കി അപ്പത്തിനു മുകളിൽ വെച്ച് കുടുംബത്തിലെ കാരണവർ അപ്പം മുറിച്ച് പെസഹ പാലിൽ മുക്കി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മുതൽ താഴോട്ട് കുടുംബത്തിലെ എല്ലാവർക്കുമായി നൽകുന്നു. പുളിക്കാത്ത മാവ് കൊണ്ടുണ്ടാക്കുന്ന അപ്പമായതിനാൽ ഇതിനെ പുളിയാത്തപ്പം എന്നും കുരുത്തോല കൊണ്ടുള്ള കുരിശടയാളം അപ്പത്തിന്മേൽ പതിപ്പിക്കുന്നത് കൊണ്ട് കുരിശപ്പം എന്നും ഇതിനു പേരുണ്ട്. ഇതിന് ഇൻഡറിയപ്പം എന്നും പേരുണ്ട്. കുരിശിനു മുകളിൽ എഴുതുന്ന ഇൻട്രിയെ അപ്പവുമായി കൂട്ടി വായിച്ചാണ് ഇതിന് ഇൻട്രിയപ്പം എന്നും കാലക്രമേണ അത് ഇൻട്രിയപ്പം എന്നും അറിയപ്പെടുന്നു. ഇൻട്രി എന്ന വാക്കിൻ്റെ അർത്ഥം കൂടാതെ, ഇല്ലാതെ എന്നൊക്കെയാണ്. പെസഹ അപ്പം പുളിപ്പില്ലാത്ത അപ്പം ആയതുകൊണ്ടാണത്ര ഇത് ഇൻട്രിയപ്പം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്. പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും പാചകക്രമത്തിൽ പ്രാദേശികമായ ചില വ്യത്യാസങ്ങളും നിലവിലുണ്ട്.
ചിലയിടങ്ങളിൽ പാൽക്കുറക്കുണ്ടാക്കുകയും പെസഹായുടെ അന്ന് രാത്രി കുറുക്കായി തന്നെ കഴിക്കുകയും ചെയ്യുന്നു. പാല് കുറുക്കിയത് പിറ്റേ ദിവസം കട്ടയാവുകയും ദുഃഖവെള്ളി ദിവസം കാലത്ത് കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് കയ്പുള്ള ഇലയോ മറ്റോ കടിച്ച് കട്ടയായ അപ്പം ചേർത്ത് കഴിക്കുന്നു.